ഒരു ബ്യൂട്ടിഫുൾ ദിവസം. എടാ ഫ്രാങ്ക്ലിന്, യോ എന്താ ഷിൻചാനെ? എടാ ഒന്ന് മേളിലോട്ട് വാ. എടി ഇന്നാ എന്തിന്? എടാ മേളിലോട്ട് വാ, ഇവിടെ വലിയ ഡേഞ്ചർ നീ കണ്ടെന്നിട്ടു. ഓക്കെ എന്നാ ഞാൻ വരുന്നു. ഇപ്പൊ ഫ്രാങ്ക്ലിൻ ഷിൻചാന്റെ അടുത്തേക്ക് പോവാ മേളിലോട്ട്. എന്താ സംഭവം എന്നറിയില്ല. ഷിൻചാൻ ഭയങ്കര ഡേഞ്ചറസ് ഒരു കാര്യം മേളിലുണ്ട് എന്നാ പറഞ്ഞ. എന്താണെങ്കിലും വേഗം പോയിട്ട് നോക്കാം. എടാ ഷിൻചാൻ നീ എന്തിനു ഇന്ന് മേളിൽ കയറിയേ? എടാ ഞാൻ വെറുതെ കാറ്റ് കൊള്ളാൻ കയറിയതാ, പക്ഷെ ഇത് കണ്ടപ്പോ ഞാൻ നെട്ടി. ആടാടാ ഞാൻ വരുന്നു. എവിടെയാ നീ? കറക്റ്റ് ടെറസിന്റെ മേളിലുണ്ട്. ആടാടാ വരാ. എങ്ങനെ ഇപ്പൊ കേറുക? എടാ നീ സൈഡത്തെ മതില് പിടിച്ച് കയറ്. ആടാടാ വരാ. എങ്ങനെയെങ്കിലും ഇപ്പൊ എനിക്ക് ടെറസിലോട്ട് കയറണം. ഫ്രാങ്ക്ലിൻ ഇപ്പൊ എങ്ങനെയാലും ഷിൻചാന്റെ അടുത്തേക്ക് കയറണം, പക്ഷെ അവൻ എങ്ങനെ കേറണം എന്നറിയില്ല. എടാ ഞാൻ കേറട്ടെ? നീ വേഗം. എടാ ഞാൻ ഇവിടെ മതില് പിടിച്ച് മിസ്സായി. എടാ ഇപ്പുറത്തെ സൈഡത്തെ മതിലേക്ക് കൂടി ഞാൻ ട്രൈ ചെയ്യാം. ഫ്രാങ്ക്ലിന് 2-3 മതിലുണ്ട്, ഇതിലേക്ക് കൂടി എല്ലാം ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ഷിൻചാന്റെ അടുത്തേക്ക് കയറാൻ പറ്റുന്നേ ഇല്ല. ആടെ വരെ ഞാൻ ട്രൈ തന്നെ ചെയ്തോണ്ടിരിക്കല്ലേ. ഇത് ഇവിടെ ഈ മതിലെ കൂടി ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. അറ്റ് ലാസ്റ്റ് ഫ്രാങ്ക്ലിൻ മതിലിന്റെ മേളിൽ കയറി. ഇനി അങ്ങോട്ട് നടന്നാ മതി. എടാ ഞാൻ നടന്നിപ്പോ കേറി നിന്റെ അടുത്തേക്ക് വരും. ആദ്യം താഴെ വീണു. എടാ ഫ്രാങ്ക്ലിൻ എത്ര ട്രൈ ചെയ്തിട്ടും താഴോട്ട് തന്നെ വീണോണ്ടിരിക്കുക. ഇവൻ എങ്ങനെ നോക്കിയിട്ടും കേറാൻ പറ്റുന്നില്ല. ഞാനിപ്പോ എങ്ങനെയാ കേറുക? അതില് ഞാൻ കേറി. പറ്റും ഞാൻ ചാടിക്കറാം. എന്റെ മൂക്കിടിച്ച്. ഫ്രാങ്ക്ലിൻ എല്ലാം ഉള്ള സ്ഥലവും നോക്കി, പക്ഷെ ഒന്നിലേക്ക് കൂടി കേറാൻ പറ്റുന്നില്ല. എടാ ഷിൻചാൻ നീ എന്തിനാന്നൊന്ന് പറ. ആടാ ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്യാം. കേറിടാ. ആടാ ഞാൻ കേറി. ഫ്രാങ്ക്ലിൻ അങ്ങനെ ഷിൻചാന്റെ അടുത്തേക്ക് കയറാൻ മതിലിൽ കയറി മേളിലെത്തി. ഷിൻചാനോട് സംസാരിച്ചു നോക്കാം ഫ്രാങ്ക്ലിൻ എന്താ ഈ ഡേഞ്ചർ സംഭവം എന്ന്. എന്തായാലും സംസാരിച്ചു നോക്കാം. ആ പറ ഷിൻചാൻ, എന്താ ഡേഞ്ചറസ് കാര്യം? എവിടാ? സ്ട്രെയിറ്റാ? നോക്കാ എന്താ സംഭവം? വെയിറ്റ്, എനിക്കൊരു കോള് വരുന്നു. ഓക്കെ. ഇതെന്താ സാധനം? എടാ ഒരു സ്റ്റെയർ കേസാ. നീ എന്തിനാ ഹാപ്പി ആവുന്നു? ഫ്രാങ്ക്ലിന്റെ വീട്ടിലൊരു സ്റ്റെയർ കേസ് ആൻഡ് ഷിൻചാൻ അതിനെ ഹാപ്പി ആവും. ഇത് കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യ. എടി ഇത് കള്ളന്മാരും എല്ലാം കേറി വന്നാലോ? അത് ശരിയാണല്ലോ. ഈ സ്റ്റെയർ കേസ് നമ്മള് കളയാണ്. ഇത് എങ്ങനെയാ വന്നതെന്ന് നോക്കണം. കോൾ എടുക്കട്ടെ. ആരെ വിളിക്കുന്ന? മൈക്കില്. ഹലോ മൈക്കിലെ, എന്താ കാര്യം? വേഗം വീട്ടിലോട്ട്, ഒരു വലിയ പ്രശ്നമുണ്ട്. എന്താ സംഭവം? നീ വേഗം വീട്ടിലോട്ട് വാ. ഓക്കെ ഞാൻ വരാം. എടാ ഷിൻചാനെ മൈക്കിൽ വിളിച്ചു പറഞ്ഞാൽ എന്തോ വലിയ പ്രശ്നമുണ്ടെന്ന്. ആടാടാ വാ. ഇപ്പൊ മൈക്കിളിന്റെ വീട്ടിലേക്ക് ഫ്രാങ്ക്ലിനും ഷിൻചാനും പോവാ. എന്തോ വലിയ പ്രശ്നമുണ്ടെന്നാ മൈക്കില് പറഞ്ഞേ. എന്താ ഷിൻചാനെ നീ വരാത്തെ? ആടാ ഓക്കെ ഞാൻ താഴ്ത്തിറങ്ങാം. എടാ ഇപ്പൊ ഷിൻചാൻ വരാന്നാ പറഞ്ഞത്. എന്തായാലും ഫ്രാങ്ക്ലിനും ഷിൻചാനും കൂടി മൈക്കിളിന്റെ വീട്ടിലേക്ക് പോവാ. എന്താ ഡേഞ്ചർ സംഭവം എന്ന് കാണാൻ. വാടാ പോവാ. എടേ എന്റെ വണ്ടി ഇല്ലല്ലോ. ശരിയാ. ഫ്രാങ്ക്ലിന്റെ വണ്ടിയില്ല. ഇപ്പൊ ഷിൻചാനും ഫ്രാങ്ക്ലിനും മൈക്കിളിന്റെ വീട്ടിലോട്ട് ഒരു വണ്ടി വേണം. എടാ ഒരു ഐഡിയ ഉണ്ട്. എന്താ ഫ്രാങ്ക്ലിനെ? നെയ്ബറിന്റെ വീടിന്റെ മുകളിലോട്ട് വെക്ക്. അടിച്ചോ. ഓറഞ്ച് കളർ ഓഫ് റോഡിങ് വണ്ടി. അതെടുക്കാം. നീ എടുക്ക, ഞാൻ എടുക്കാം. പിന്നെ പുറകെ വരുന്നേ. ഞാൻ കുറച്ചു നേരം വരാം. അവിടുന്ന് ഗ്ലാസ്സിൽ വരെ വരാം, എനിക്ക് ചാടാൻ പറ്റിയാലോ? ഓക്കെ നീ വാ. ഇപ്പൊ ഫ്രാങ്ക്ലിൻ എങ്ങനെയെങ്കിലും ചാടിയിട്ട് ആ ടെറസിന്റെ മേളിൽ കയറി ആ ഓഫ് റോഡിങ് ജീപ്പ് എടുക്കാൻ പോവാ. ഓറഞ്ച് കളറിന്റെ ഓഫ് റോഡിങ് ജീപ്പ്. അതെടുക്കാം. ഫ്രാങ്ക്ലിനെ നീ സൂക്ഷിക്കണം. എന്തേ? നീ കൊറേ ദിവസം ഈ കാർ അടിച്ചു മാറ്റുന്നുണ്ട്. ഇപ്പൊ നെയ്ബർ എന്തോ സംഭവം വെച്ചിട്ടുണ്ടെന്നാട്ടെ. അങ്ങനെയാണോ? അത് സീനില്ല, ഞാൻ എടുത്തോളാം. എടാ ഫ്രാങ്ക്ലിനെ ഇപ്പൊ പിടിക്കാൻ വേണ്ടിട്ട് നെയ്ബർ എന്തോ മേളിൽ വെച്ചിട്ടുണ്ടെന്നാ ഷിൻചാൻ പറഞ്ഞേ. ലൈക്ക് എന്തേലും ഒരു വലിയ പ്രശ്നം അവിടെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എടാ എന്താ ഇപ്പൊ ചെയ്യാ? ഞാൻ എങ്ങനെയും ഓടിക്കാറട്ടെ. ഇതിന്റെ മുകളിലേക്ക് അംബ്രല്ല പിടിച്ചു കയറാം. എവിടെ? ഷിൻചാൻ നീ റോട്ടിലോട്ട് വന്നാ മതി. എടി ഇതിപ്പോ അങ്ങനെയെങ്കിൽ ആ ഓഫ് റോഡിങ് ഇതെടുക്കണം. ഇപ്പൊ ഫ്രാങ്ക്ലിന് ഷിൻചാനും കൂടി ഇവിടുന്ന് നേരെ മൈക്കിളിന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഈ ജീപ്പ് എടുക്കാൻ നോക്കുക. എടി ഇത് എങ്ങനാണ് ഈ ഓറഞ്ച് വണ്ടിയുടെ മുകളിൽ വന്ന് ഇതെനിക്കിപ്പോ കിട്ടാൻ പോവാണ്. ഇതെടുക്കാം. ഏതാ വണ്ടി? ഒരു ഓറഞ്ച് കളർ അടിപൊളി ഓഫ് റോഡിങ് ട്രക്ക് എന്ന് തന്നെ പറയാം. ട്രക്ക് നേരെ പുറത്തിറക്കാം. അതിന്റെ മുകളിലേക്ക് കയറുന്നു.
ഫ്രാങ്ക്ലിൻ അങ്ങനെ ഈ ട്രക്ക് ഇട്ട് ഷിൻചാനാണെങ്കിൽ ഇപ്പൊ റോട്ടിലോട്ട് വരും. എടാ നേരെ ഷിൻചാനെ പിക്കുക റോഡിന്റെ അവിടെ ചെന്ന് താഴത്തൂടെ പോയി. ഇവിടെ അപ്പുറത്തെ സൈഡിൽ കണ്ട ഗ്രാസ്, അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഓക്കെ ഓക്കെ, ഇവിടുന്ന് പുല്ലിന്റെ അങ്ങോട്ട് വീണു പോകും. ഇതിപ്പോ എങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോവാ? സ്പീഡിൽ പോകേണ്ടി വരും. ഓ മാൻ, ഫ്രാങ്ക്ലിൻ ഇതിപ്പോ പുറത്തിറക്കാൻ പറ്റുന്നില്ല. ഇവിടുന്ന് പുറത്തിറക്കിയാൽ ഇപ്പൊ മൈക്കലിന്റെ വീട്ടിലേക്ക് പോകാൻ പറ്റുമോ? ഞാനിപ്പോ പോയി ഇനി ഇവിടുന്ന് പുറത്തിറക്കാൻ പറ്റില്ല. ഇനി എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും എനിക്ക് ഇവിടുന്ന് പുറത്തിറക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഇവിടെ ട്രാപ്ഡ് തന്നെ. അങ്ങനെ ഫ്രാങ്ക്ലിൻ കുറെ സമയം ട്രൈ ചെയ്തിട്ട് ഇപ്പോ ഈ ട്രക്ക് അടിച്ചു മാറ്റി. എന്നിട്ട് ഈ ട്രക്ക് ഇപ്പൊ പുറത്തോട്ട് ഇറക്കാൻ പറ്റുന്നില്ല. ഇനി ഫ്രാങ്ക്ലിന് ഒരു വഴിയേ ഉള്ളൂ, ഇവിടുന്ന് പോകാൻ വേറെ ഏതെങ്കിലും വണ്ടി എടുക്കണം. അതേതെങ്കിലും പബ്ലിക് വെഹിക്കിൾ ആയിരിക്കും. എടാ ഞാൻ ഏതെങ്കിലും പബ്ലിക് വെഹിക്കിൾ ഇപ്പൊ എടുക്കേണ്ടി വരും. എനിക്ക് നല്ലൊരു ഐഡിയ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ കിട്ടും. പുറത്തിറങ്ങി വാട്ട്? അതെന്ത് ഇപ്പൊ എന്താ? ഞാൻ ഫ്ലിപ്പ് അടിച്ചാ. വെയിറ്റ്, ഒരു പബ്ലിക് വെഹിക്കിൾ റോട്ടിൽ നിന്ന് എടുക്കാം. എടാ ഷിൻചാനെ, എടാ വേഗം റോട്ടിലോട്ട് തന്നെ. റോട്ടിൽ നിന്ന് ഒരു പബ്ലിക് വെഹിക്കിൾ എടുക്കാം. ആടാ പബ്ലിക് വെഹിക്കിൾ എടുക്കാം, വേറെ വഴിയില്ല. നീ വേമ്പാ, ഇവിടെ ആരും വണ്ടിയൊന്നും കാണുന്നില്ലല്ലോ. ആടാ കിട്ടി. ഇവിടെ ഒരു വണ്ടി ഉണ്ട്. ഇത് ഒരു വണ്ടി വരുന്നുണ്ട്. ഫ്രാങ്ക്ലിൻ ഇപ്പൊ ഈ വണ്ടി പിടിച്ചു നിർത്താൻ പോവാ. ഏയ് മാൻ, വണ്ടിന്ന് ഇറങ്ങുക. ഞങ്ങൾക്കൊരു പണിയുണ്ട്, ഒന്ന് ഇറങ്ങി തരുമോ പ്ലീസ്? ഈ വണ്ടി ഞാൻ കുറച്ചേരത്തേക്ക് എടുക്കുക. എന്റെ വീട് എവിടെയുണ്ട്? വീട്ടിൽ പോയിട്ട് വെറുതെ ഇരുന്നോ? ഓക്കെ താങ്ക് യു. എടാ ഷിൻചാനെ നീ എവിടെയാ? എടാ വേമ്പാ നമുക്ക് പോവാ. മൈക്കില് ഫോൺ വിളിച്ചാ വേഗം പോണം അങ്ങോട്ട്. വേമ്പാ. വാ കേറി. ഞാൻ കുറച്ച് ബാക്കിലോട്ടേക്കാം. ഇവിടെ ഇതാരാണ് ഇടിക്കാൻ വരുന്നത്? ഷിൻചാൻ നോക്കിക്കോട്ടെ, ഇയാള് ചെലപ്പോ നിന്നെ ഇടിക്കും. ഇയാളെ ഞാൻ ഇടിക്കാം. ഡേയ് ഷിൻചാനെ വല്ല ഇടിച്ചാണ്ടല്ലോ. ആ കേറിക്കോ. ആടെ പോവാ. അങ്ങനെ ഫ്രാങ്ക്ലിന് ഷിൻചാൻ ഒരു വണ്ടി കണ്ടുപിടിച്ച് ഇപ്പൊ മൈക്കലിന്റെ വീട്ടിലേക്ക് പോയാൽ മതി. മൈക്കലിന്റെ വീട്ടിൽ എന്തോ ഒരു വലിയ ഡേഞ്ചർ ആണെന്നാ മൈക്കില് പറഞ്ഞത്. എന്തായാലും അത് എന്താന്ന് അറിയാൻ വേണ്ടി മൈക്കലിന്റെ വീട്ടിലേക്ക് പോവാ. ആ പറ ഷിൻചാനെ. ആടാ അതെ അറിയില്ല. എന്തായാലും ഇന്നെന്തോ അഡ്വഞ്ചർ നടക്കാൻ പോവാ. നമുക്ക് എന്തായാലും പോവാൻ നേരം മൈക്കലിന്റെ വീട്ടിലേക്ക്. ലെറ്റ്സ് ഗോ. A few moments later. ഇതാണ് മൈക്കലിന്റെ വീട്. എനിക്കറിയാം. അങ്ങനെ മൈക്കില് കാണാൻ വേണ്ടിട്ട് ഫ്രാങ്ക്ലിനും ഷിൻചാനും കൂടി മൈക്കലിന്റെ വീട്ടിലെത്തി. ഇവിടെ ഫ്രണ്ടില് മൈക്കിലുണ്ട്. ചോദിക്കെന്താ കാര്യം? നീ വരുന്നില്ലേ? ഞാൻ ഇറങ്ങാ ഇപ്പൊ. ആ ഓക്കെ. മൈക്കിലേ, എന്താ കാര്യം? എന്തിനാ നിന്നെ അർജന്റായിട്ട് വിളിച്ചേ? ഒരു വലിയ കാര്യമുണ്ട്. എന്താ പറ. ഗ്രീൻ ഗ്യാങ്ങിന്റെ ഒരു ഡയമണ്ട് മോൺസ്റ്ററിനെ കിട്ടിയിട്ടുണ്ട്. ഡയമണ്ട് സീ മോൺസ്റ്ററിനെ. വാട്ട്? അതിനെന്താ പ്രത്യേകത? എടാ ആ മോൺസ്റ്റർ ഒരു ഡയമണ്ട് കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ ദേഹത്ത് ഡയമണ്ട് ഉണ്ട്. ആ ഡയമണ്ട് നമുക്ക് എടുക്കണം. അതിന് കോടികൾ വരും. ഓക്കെ. എന്നാ ഞങ്ങള് പോയിട്ട് എടുത്തിട്ട് വരാം. ആ ഓക്കെ, നീ പോയിട്ട് എടുത്തിട്ടാ. നീ കാറിൽ പോകണ്ട. പിന്നെ എങ്ങനെയാ പോവാ? നീ ആ സൈഡിൽ കാണുന്ന ഹെലികോപ്റ്റർ ഉണ്ട്, അതെടുത്തോ. ഓക്കെ. ഇപ്പൊ മൈക്കില് ഫ്രാങ്ക്ലിന് ഈ ഹെലികോപ്റ്റർ കൊടുക്കുക. നേരെ ഗ്രീൻ ഗ്യാങ്ങിന്റെ പോയിട്ട് ആ ഡയമണ്ട് മോൺസ്റ്ററിനെ പിടിക്കാൻ വേണ്ടി. ആ ഡയമണ്ടിന് ഭയങ്കര വിലയുണ്ടെന്നാ പറഞ്ഞേ. അതുകൊണ്ട് അതെടുക്കാൻ വേണ്ടി പോവാം. എടാ ഷിൻചാനെ വേമ്പ, നീ ഹെലികോപ്റ്ററിൽ കയറ്. വേമ്പ. ആ ഷിൻചാൻ എന്നാ നമുക്ക് പോവാം. ഞാൻ ഹെലികോപ്റ്റർ മുകളിലോട്ട് ഇറക്കി. ഫ്രാങ്ക്ലിന് ഷിൻചാനും കൂടി ഇപ്പൊ നേരെ ഈ ഹെലികോപ്റ്റർ എടുത്തുകൊണ്ട് ആ സീ മോൺസ്റ്ററിനെ എടുക്കാൻ വേണ്ടിട്ട് ഗ്രീൻ ഗ്യാങ്ങിന്റെ ബിൽഡിങ്ങിലേക്ക് പോവാ. സോ എടാ ഷിൻചാനെ പോവാ. A few moments later. എടാ അതാടാ അവിടെ ഗ്രീൻ ഗ്യാങ്ങിന്റെ ബിൽഡിങ്. ആടാ പോവാ. ഷിൻചാനെ നീ സൂക്ഷിച്ചോ, ഞാൻ അവിടെ ലാൻഡ് ചെയ്യാ. നീ ഇറങ്ങണ്ട. നീ എന്തേലും കാണിക്ക്, ഞാൻ എന്തായാലും താഴെ ഇറക്കാം. എടാ അവന്മാരവിടെ കാണു എന്നെ. എടാ അവരെന്നെ കണ്ടു എന്നാ തോന്നുന്നു. അവിടെ ഞാൻ താഴെ ഇറക്കുന്നുണ്ട്. ഞാൻ ഇതിനടിച്ചു. എടാ എന്ത് വലിയ ജീവിയാണാ. ഞാൻ അവരെ അറ്റാക്ക് ചെയ്യാൻ പോവാ. വേറെന്ത് ചെയ്യാൻ? ചാവ്. ഷിൻചാൻ ഇപ്പൊ ഇറങ്ങണ്ട. ആടെ കൊല്ല്. എടാ ഷിൻചാനെ നീ മാറിയേക്ക്. അവിടെ എല്ലാരും കൊന്നു തോന്നുന്നു. വീട്ടോട്ട് കൂടി എല്ലാം ചത്തു. ഇല്ല ഇവിടുത്തെ കൂട്ടിട്ട്. ഓക്കെ അവന് ചത്തു. എടാ ഇത് കണ്ടേ ജീവി. ഇതിന്റെ ഉള്ളില് മറ്റേ എന്തോ ഡയമണ്ട് ഉണ്ടെന്നാ പറഞ്ഞ. ഇത് ഡയമണ്ട് മോൺസ്റ്ററാ. എന്താ ചെയ്യുന്നേ? എടാ പക്ഷെ ഇതിന് ജീവനുണ്ടല്ലോ ഷിൻചാനെ. ഇതിന് ജീവനുണ്ട്.
എടാ മൈക്കിൽ പറഞ്ഞ ഇതിനെ കൊടുത്ത വല്ല പൈസ കിട്ടുന്നാ. അപ്പൊ എന്താ ചെയ്യുന്ന ഫ്രാങ്ക്ലിനെ? വെയിറ്റ്, നമുക്കൊരു കാര്യം ചെയ്യാം. എന്താ? നീ കണ്ടോ? A few moments later. ഫ്രാങ്ക്ലിനെ നീ എന്തിനാ ഇതിനെ കടലിലോട്ട് കൊണ്ടുവന്ന? മൈക്കിളിന്റെ അടുത്ത് കൊണ്ടുപോവാതെ. എടാ നമ്മൾ ഇതിനെ രക്ഷിക്കാൻ പോവാം. ശരിക്കും ഇതിന് ഇവിടെ ഇറക്കാം, ഇതിനെ ഇറക്കാം. വെയിറ്റ്, ഇത് നിന് മല്ല ഇവിടുന്ന് ഇറങ്ങിക്കോളും. ഞാൻ ഇറങ്ങട്ടെ ഷിൻചാനെ? ഫ്രാങ്ക്ലിനെ ഞാനും ഇറങ്ങി. എടാ ഇത് ഇനി ജീവനോട് ജീവൻ വരുവോ ഇനി? ഫ്രാങ്ക്ലിൻ എനിക്ക് അറിയില്ല, നോക്കി നോക്കാം. കുറച്ചേരം വെയിറ്റ് ചെയ്ത് ചെറുതായിട്ട് ജീവൻ ഉണ്ടായിരുന്നു. ഫ്രാങ്ക്ലിന് അതിന് ജീവൻ വന്നു. ഷിൻചാനെ അതിന് ജീവൻ വന്നു. എന്തിനാ ചെയ്തേ? എടാ നമ്മള് ഇന്ന് വലിയൊരു നല്ല കാര്യമല്ലേ ചെയ്തേ? ഇതിന് ജീവനെ രക്ഷിച്ച് മൈക്കിളിന് പൈസക്ക് വേണ്ടി നമ്മൾ ഇതിനെ കൊടുത്തില്ല, ഇതിന്റെ ജീവൻ രക്ഷിച്ചു. വലിയ സംഭവം തന്നെ. വലിയ സംഭവങ്ങൾ ചെയ്യാൻ തുടങ്ങി. ശരിയാ, ഞാൻ വലിയ സംഭവം ചെയ്യാൻ തുടങ്ങി. എടാ എന്തായാലും ഇന്നത്തെ വീഡിയോ കുറച്ച് സിമ്പിളായിട്ട് ചെയ്തത്. സോ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇഷ്ടമായെങ്കിൽ ഒരു ചെറിയൊരു കാര്യമായിരുന്നു. ഞാനും ഷിൻചാനും കൂടി ഒരു വലിയൊരു ഡയമണ്ട് വിഴുങ്ങിയ ഒരു സീ മോൺസ്റ്ററിനെ രക്ഷിച്ചു. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് അടിച്ചു. ബൈ.